ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ്ലി ഞാൻ ജർമ്മൻ ലാംഗ്വേജ് വിസയിൽ വരുന്ന കാര്യം ഞാൻ പറയണേ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ലാംഗ്വേജ് വിസയിൽ നമ്മൾ ഇവിടെ ജർമ്മനിലേക്ക് വന്നു, A1 തൊട്ട് B2 വരെ ചെയ്യണം. എന്നിട്ട് നമ്മൾ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സിന് അല്ലെങ്കിൽ സ്റ്റുഡന്റ് കോളേജിന് ചെയ്തു പോകണം. ആ രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നത്. എനിക്കറിയാവുന്ന മാക്സിമം കാര്യം ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്താൻ നോക്കുന്നുണ്ട്. എന്തെങ്കിലും വിട്ടുപോയാൽ തന്നെ ജസ്റ്റ് കമന്റ് ആയിട്ട് ഇട്ടാൽ മതി. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കുറെ ആൾക്കാർ ഡൗട്ട്സുകൾ വെച്ചിട്ടുണ്ട്. ആ ഒരു ഡൗട്ട്സുകൾ ഈ വീഡിയോയിൽ ഞാൻ ഒരു റിപ്ലൈ പോലെ തരുന്നതാണ് അതിന്റെ ആൻസേഴ്സ് ആയിട്ട്. അതിനകത്ത് നമ്മുടെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ ഡ്യൂറേഷൻ എത്രയാണ് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ജർമ്മനിലേക്ക് വരുന്നത്. ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 months to ഒരു 1 year ഒക്കെയാണ് പറയുന്നത്. നമുക്ക് വിസ അടിച്ച് കിട്ടുമ്പോൾ ഒരു 6 മാസത്തേക്ക് ഒരു 1 yearലേക്ക് നമുക്ക് വിസ അടിച്ച് കിട്ടും. പിന്നെ അതിനുശേഷം നമുക്ക് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നുള്ളൂ, ഒരു പ്രശ്നമില്ല. നമുക്ക് ഈ ലാംഗ്വേജ് വിസ 6 മാസത്തേക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3 monthsലേക്കൊക്കെ കിട്ടിയെന്ന് വരാം. ഞാനൊക്കെ വന്നപ്പോൾ എനിക്ക് 3 മാസത്തേക്കായിരുന്നു വിസ കിട്ടിയിരുന്നത്. ഇപ്പോൾ 6 monthsലേക്ക് നിങ്ങൾക്ക് വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജർമ്മനിൽ ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. നിങ്ങളുടെ B2 വരെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ആ ഒരു ലാംഗ്വേജിന്റെ ആ ഒരു എഗ്രിമെന്റ് നിങ്ങൾ വെച്ചാൽ മതി വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ നേരത്ത്. ആ സമയത്ത് നിങ്ങൾ ബ്ലോക്കഡ് അക്കൗണ്ട് വീണ്ടും കാണിക്കേണ്ടി വരും കേട്ടോ. ഇവിടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ നേരത്ത് ഇവിടെ തന്നെ ബ്ലോക്കഡ് അക്കൗണ്ട് കാണിക്കണേ. ഒരു നല്ലൊരു എമൗണ്ടും കാണിക്കേണ്ടി വരും. അതല്ല, നിങ്ങൾ ഈ ലാംഗ്വേജ് പഠിത്തം കഴിഞ്ഞ് നിങ്ങൾ A2 തൊട്ട് ഒരു B2 വരെ എടുത്തെന്ന് വയ്ക്കാം. അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങൾ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ബാച്ചിലേഴ്സ് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്റ്റുഡന്റ് കോളേജ് എന്നൊരു പ്രോഗ്രാം ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു എഗ്രിമെന്റ് വെച്ച് നിങ്ങൾക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാവുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ ബ്ലോക്കഡ് അക്കൗണ്ടും കാണിക്കണം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഈ ലാംഗ്വേജസിൽ വന്നാൽ നിങ്ങൾക്ക് A1 A2 കഴിഞ്ഞു എന്ന് വയ്ക്കുക. A2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പർ ഹൗസ് ബില്ലിംഗ്, അതായത് അസിസ്റ്റന്റ് നഴ്സിംഗിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കയറാവുന്നുള്ളൂ. B1 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അസിസ്റ്റന്റ് നഴ്സിംഗിന് കയറാം. പിന്നെ FSTക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, BFDക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ B2 വരെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നഴ്സിംഗ് ഹൗസ് ബില്ലിംഗിനും കയറാവുന്നുള്ളൂ. നിങ്ങളിത് ജർമ്മനിക്ക് വിസയിൽ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസി വഴി വരാണെങ്കിൽ അത്രയും നല്ലത്. കാരണം നിങ്ങളുടെ വെക്കുന്ന കവർ ലെറ്റർ എല്ലാം നല്ല കൺവിൻസിംഗ് ആയിട്ടുള്ള രീതിയിൽ വെക്കണം കേട്ടോ. അത് പ്രത്യേകം മറക്കരുത്. നിങ്ങൾ ഈ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഏത് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്താലും മതി. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഗോയിത്ത തന്നെ എടുക്കണം അല്ലെങ്കിൽ ടൈക്ക് തന്നെ എടുക്കണം എന്ന് ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിന്റെ ഏകദേശം ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് പറയുന്നത് ലിവിങ് എക്സ്പെൻസ്. നിങ്ങൾക്ക് അത് നാട്ടിൽ ഒരു ബ്ലോക്കഡ് അക്കൗണ്ടിൽ ആദ്യം ഇടും. എന്നിട്ട് അത് നിങ്ങൾ ഇവിടെ എത്തിയതിനു ശേഷം ഇവിടുത്തെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അത് നിങ്ങൾക്ക് മന്ത്ലി ആയിട്ടും കിട്ടും, ചിലപ്പോൾ അത് ഒറ്റയടിക്കും കിട്ടാം. അത് ഓരോ ബാങ്കുകളായിരിക്കും, ഓരോ സ്റ്റേറ്റിൽ ഓരോ എംബസികൾക്ക് അനുസരിച്ചിരിക്കും, ഓരോ വിസ എംബസിക്ക് അനുസരിച്ചിരിക്കും. ആ ഒരു എമൗണ്ട് ഏകദേശം നിങ്ങളുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ അനുസരിച്ചാണ്. നിങ്ങൾ ഒരു 6 months കോഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 6 lakhs ഒരു 7-8 lakhs ഒക്കെ നിങ്ങൾ കാണിക്കേണ്ടി വരും ബ്ലോക്ക് അക്കൗണ്ട്. പിന്നെ രണ്ടാമതായിട്ട് വരേണ്ടതെന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഫീസാണ്. ഈ പറഞ്ഞ ലാംഗ്വേജ് ഫീസും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 250 euro, 300 euro, 400 euro ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. അതേസമയം വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 1000 euro പഠിപ്പിക്കണം ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ നോക്കിയെടുക്കുമ്പോൾ ഈ പറഞ്ഞ ഫീസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയെടുക്കാം. പിന്നെ വരുന്ന ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസിക്ക് വരുന്ന ഫീസ്, അല്ലെങ്കിൽ ഇതിന്റെ APS ഒക്കെ നമ്മൾ വെക്കുമല്ലോ, അതിന് വരുന്ന ചെറിയൊരു എമൗണ്ട് ഒക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. വേറെ അങ്ങനെ ഫീസുകളൊന്നും വരില്ല. ടോട്ടൽ ഏകദേശം ഒരു 12-13 ലക്ഷത്തോളമൊക്കെ വരാം, അതിലും കുറഞ്ഞും വരാം. പക്ഷെ ഈ ഒരു എമൗണ്ട് നിങ്ങൾ എടുത്തു വന്നാലും എന്തിനും കഷ്ടപ്പാടുണ്ട്, കുറച്ച് റിസ്ക് ഉണ്ട്. ഞാൻ ഇതൊരു വേറൊരു ഓപ്ഷനായിട്ട് പറയണമെന്നുള്ളൂ. FSTയുടെ ഹൗസ് ബിൽഡിങ്ങിന് മാത്രമല്ല, ഇങ്ങനെയും ഓപ്ഷനിൽ നിങ്ങൾക്ക് വരാം. ഞാൻ ഇത് പറഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വരാം. ഞാൻ വന്നതും ഈ ഒരു ലെവലിലാണ്. ഞാൻ അന്നും എന്റെ വീട്ടിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കാനായില്ല. ഞാൻ ഇതൊക്കെ ഫുള്ളും ലോൺ എടുത്തും സൊസൈറ്റിയിൽ നിന്ന് വരെ ലോൺ എടുത്ത് അങ്കിൾമാരെന്നും ആന്റിമാരെന്നൊക്കെ പൈസയൊക്കെ മറച്ചാണ് ഇങ്ങോട്ട് വന്നത്. ആ ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ കഷ്ടപ്പെടാൻ നിങ്ങൾക്ക് തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നുള്ളൂ, ഒരു പേടിയും വേണ്ട. പിന്നെ ലാംഗ്വേജ് വിസയിൽ വരുമ്പോൾ പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമെന്നുള്ളത് എല്ലാവരുടെയും ഡൗട്ടാണ്. നിങ്ങൾക്ക് ലാംഗ്വേജ് വിസയിൽ വരുമ്പോൾ പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ ഫസ്റ്റ് ആ നാട്ടിൽ നിന്ന് വിസ അടിച്ചിട്ടുമ്പോൾ ചിലപ്പോൾ അലോഡ് ആയിരിക്കില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ രണ്ടാമത് വിസ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അവർ മിക്കവാറും 90-99% നിങ്ങൾക്ക് അത് അടിച്ചു തരും പാർട്ട് ടൈം ചെയ്യാനുള്ളത്. എല്ലാവർക്കും കിട്ടാറുണ്ട് അങ്ങനെ. പിന്നെ ഒന്ന് ഞാൻ പറയാം, ജർമ്മനിയിൽ എല്ലാ സ്റ്റേറ്റിലും ഒരേ റൂൾസ് അല്ല, സെയിം റൂൾസ് അല്ല, ഡിഫറെന്റ് റൂൾസ് ആണ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ചിലവർ തന്നു എന്ന് വരില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചേക്ക് നിങ്ങൾ. എന്നാലും കൂടുതൽ നിങ്ങൾക്ക് പാർട്ട് ടൈമിന് അത് അടിച്ച് തന്നില്ല എന്നുണ്ടെങ്കിൽ, അവർ പെർമിറ്റ് അടിച്ച് തന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളോട് അവരോട് പറഞ്ഞാൽ മതി പാർട്ട് ടൈം ചെയ്യാൻ ഇങ്ങനെ ഒരു സാധനം അടിച്ചു തരും. അങ്ങനെയും അടിച്ച് കിട്ടിയവരുണ്ട്. പിന്നെ ഏജ് ലിമിറ്റ് ഒരു പ്രശ്നമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഏജ് എന്ന് പറയുന്നത് ഇവിടെ സത്യം പറഞ്ഞാൽ നിങ്ങൾ ജർമ്മനിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 50 വയസ്സുള്ള ഒരാൾക്ക് വരെ നഴ്സിംഗ് ചെയ്യാവുന്നുള്ളൂ. 50-60 വയസ്സായാലും ഒരു പ്രശ്നം പറയില്ല. ഒരു 50 വയസ്സൊക്കെ ഓക്കെ. കാരണം നാട്ടിൽ നിന്ന് ഇത് വരുമ്പോൾ നാട്ടിലെ ആൾക്കാർ വിസ എംബസിയിലെ ആൾക്കാർ ചോദിക്കും ഈ പ്രായത്തിൽ എന്തിനാ അവിടെ പോകണമെന്നൊക്കെ ചോദിക്കും. ആ ഒരു കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ അവരടിച്ചില്ല. ജർമ്മനിൽ ഒരു വിഷയമില്ല.
ഞാനൊക്കെ ഇവിടെ ഹൗസ് ബില്ലും പഠിക്കുമ്പോൾ 54 വയസ്സുള്ള ഒരു ചേച്ചി വരുന്നുണ്ട്. പുള്ളിക്കാരി പോളണ്ടിൽ നിന്നൊക്കെയാണ്. അപ്പൊ മനസ്സിലായില്ലേ ഏജ് ഒന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ റിജക്ഷൻ പലരും പറയുന്നുണ്ട്, റിജക്ഷൻ കിട്ടും ബ്രോ എന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ വിസയ്ക്കും നമുക്ക് ഇവിടെ റിജക്ഷൻ കിട്ടുന്നുണ്ട്. അതിനകത്ത് ഒരു റീസൺ വേണമെങ്കിൽ ഞാൻ പറയാം. ഒന്ന്, ഹൗസ് ബിൽഡിംഗ് ഇങ്ങനെ ഓരോ വിസയിലൊക്കെ വരുമ്പോൾ ആർക്കും ലാംഗ്വേജ് ഇല്ല, അത് കുറെ റിജക്ഷന് കാരണമുണ്ട്. പിന്നെ റിജക്ഷൻ, ഈ വിസയ്ക്കൊക്കെ റിജക്ഷൻ കിട്ടുന്ന ഒരു കാരണം ഞാൻ പറയാം. അതായത് ഇപ്പോൾ മലയാളികൾ ഇഷ്ടം പോലെ കയറി തന്നെ. അതായത് ഒരു ക്ലാസ്സിലൊക്കെ ഇവിടെ സ്റ്റുഡ്ഗാർഡിലൊക്കെ ഒരു ക്ലാസ്സിലുണ്ടല്ലോ 20 മലയാളീസാണ് ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. മലയാളീസ് മാത്രം 20 പേര്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇതേപോലെ ഇന്ത്യക്കാർ പല രാജ്യക്കാരും കയറി വരുന്നുണ്ട്. ഇന്ത്യക്കാരൊക്കെ കുറെ കയറി വരുന്നോണ്ടാണ് ഇപ്പൊ കുറെ എനിക്ക് തോന്നുന്നു പയ്യെ റിജക്ഷൻ കൊടുക്കുന്നത് എല്ലാവർക്കും. പിന്നെ വിസ റിജക്ഷനിൽ വേറൊരു റീസൺ ആണ്. അതായത് നിങ്ങൾ കവർ ലെറ്റർ വെക്കുമ്പോൾ, വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ കവർ ലെറ്റർ വെക്കുമ്പോൾ ആ കവർ ലെറ്റർ നല്ല രീതിയിൽ നിങ്ങൾ വെച്ചില്ല എന്നുണ്ടെങ്കിൽ, കൺവിൻസിങ് ആവുന്ന രീതിയിൽ നിങ്ങൾ വെച്ചില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് കൺവിൻസ് ആവണം നിങ്ങൾ എന്തുകൊണ്ടാണ് ജർമ്മനിക്ക് വരുന്നത്, എന്തുകൊണ്ട് ജർമ്മനി ചൂസ് ചെയ്തു, അത് അവർക്ക് കൺവിൻസ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു റിജക്ഷന് കാരണമാവും. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഒരു 12th കഴിഞ്ഞ ആളാണ്, അല്ലെങ്കിൽ ബാച്ചിലർ കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിച്ചു നോക്കിയാൽ, അപ്പൊ നിങ്ങൾ അതിനുശേഷം 1-2 വർഷം നിങ്ങൾ ഒന്നും ചെയ്തില്ല. ആ ചെയ്തില്ല എന്നൊക്കെ നിങ്ങൾ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ചോദിക്കും എന്തുകൊണ്ടാണ് ഇത്രയും നാൾ നിങ്ങൾ വെറുതെ ഇരുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ അതും വിസ റിജക്ഷന് ഒരു റീസൺ ആണ്. ഈ പറഞ്ഞ ലാംഗ്വേജ് വിസയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകുന്നൊക്കെ ചിലർ പറയും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ FSJക്കോ അല്ലെങ്കിൽ ഹൗസ് ബില്ലിനോ എന്തെങ്കിലും വന്നു എന്ന് നോക്കിയാൽ എല്ലാത്തിലും പ്രോബേസ് ആയിട്ട് ഒരു സംഭവം ഉണ്ട്. ആ സംഭവത്തിൽ നിങ്ങൾ അവർ ടെർമിനേറ്റ് ചെയ്തായി, നിങ്ങളെ ക്യൂണ്ടിയും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളെ പണി പോയി. അപ്പോഴും നിങ്ങൾ വേറെ ഇതൊക്കെ നോക്കാൻ നിൽക്കണം. എല്ലാത്തിനും ഇതുണ്ട്. കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ വന്നാൽ രക്ഷപ്പെട്ടിരിക്കും. ഈ ലാംഗ്വേജസ് നിങ്ങൾ ലാംഗ്വേജ് പഠിച്ച് നിങ്ങൾക്ക് വേറെക്ക് കയറാവുന്നുള്ളൂ, ഒരു പ്രശ്നമില്ല. ഞാൻ ഈ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ജർമ്മൻ ലാംഗ്വേജസ് ഒക്കെ തന്നെ അപ്ലൈ ചെയ്ത് ജർമ്മനിക്ക് വരണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് പറ്റിയൊരു വിസ മെത്തേഡ് ഇതാണെങ്കിൽ നിങ്ങൾ ഇത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വേറെ നോക്കാം. ഈ പറഞ്ഞ പോലെ കുറെ പിള്ളേര് ജർമ്മനിക്ക് പറ്റാണ്ട് വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് യൂറോപ്യൻ ഷെങ്കൻ വിസ ഉള്ളതുകൊണ്ട് യൂറോപ്പിലെ ഏത് രാജ്യങ്ങളും വന്നാലും നമുക്ക് ഇങ്ങോട്ടേക്ക് വരാവുന്നുള്ളൂ. പിന്നെ കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് റിസ്ക് എടുത്താലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുക, അങ്ങനത്തെ സംഭവമല്ലേ, അങ്ങനത്തെ സംഭവമാണ്. പരമാവധി ട്രൈ ചെയ്യുക, മാക്സിമം പറ്റാവുന്ന വഴികൾ ഉടായ്പൊന്നും ഇല്ലാണ്ട് മാക്സിമം കയറി വരാൻ നോക്കാം. അങ്ങനെയാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാം. പിന്നെ കുറച്ച് പേര് വന്ന് കമന്റ് ഇടണ്ടായി, നീ 2018 വന്നിട്ട് ഇപ്പൊ വന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന്. എന്റെ പൊന്നളിയ, ഞാൻ ആ സമയത്തൊന്നും വീഡിയോ ചെയ്യണ്ടായില്ല, ഞാൻ ഇപ്പോഴാണ് വീഡിയോ ചെയ്തു തുടങ്ങി. അതല്ലേ നമ്മൾ ഇപ്പൊ വീഡിയോ ഇട്ട് തുടങ്ങിയത്. ഇനി വരുമ്പോൾ നമ്മുടെ ഫുൾ എക്സ്പീരിയൻസ് പറയാനേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും ഒന്ന് ഫോളോ ചെയ്തിട്ടേക്ക്. നമ്മൾ ഈ പേജുകളിൽ ജെന്യൂൻ ആയിട്ടുള്ള കണ്ടന്റ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത്രേ ഉള്ളൂ.